ആസ്ട്രോടോക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ചോദ്യത്തിന് ഉത്തരം വേണം. ഞാൻ നിങ്ങളുടെ ഭാവി പ്രവചിക്കുകയാണ്. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? പരമ്പരാഗത ജ്യോത്സ്യന്മാരുടെ ഭാവി ഞാൻ പ്രവചിക്കാൻ പോവാണ്. നിങ്ങൾ ആരെങ്കിലും ആസ്ട്രോടോക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കച്ചവടം പൂട്ടി. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. ജ്യോതിഷ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ഈ ഫ്ലോറിൽ ഇരിക്കുമ്പോ ഒരാളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങണം വിചാരിക്കാന്ന്. ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഇവിടെ ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വരെ റോക്കറ്റിന് സമയം കുറിച്ചു കൊടുക്കുന്ന പ്രവചിക്കുമെന്ന് വെല്ലുവിളിച്ച ആള് ഞാനാണ് അയാൾ. ഇവിടുത്തെ റോക്കറ്റ് വിടാൻ നേരെ എഴുതി കൊടുത്തിട്ടുള്ള ആളല്ലേ ശാസ്ത്രജ്ഞന്മാർക്ക്? എഴുതി കൊടുത്തിട്ടുള്ള ഒരാളാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. താൻ പീഡിപ്പിക്കാൻ ശ്രമിക്കാൻ പോകുന്ന പെൺകുട്ടി നിലവിളിക്കുമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമെന്നും പുറകെ പോലീസ് വരുമെന്നും പോക്സോ കേസിൽ ജയിലിലാകുമെന്നും അറിയാൻ കഴിയാതെ പോയ ആ മഹാജ്യോതിഷിയുടെ മുമ്പിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാണിപ്പയ്യൂരിന്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അച്ചട്ടാണ്. 2018 അദ്ദേഹത്തിന്റെ ഒരു പ്രവചനം ഏകദേശം മെയ് ജൂൺ മാസത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്താ ഉറക്കം വരുന്നു? അദ്ദേഹം പറയുന്നത് കടുത്ത വരൾച്ചയിലേക്കാണ് കേരളം പോകുന്നതെന്നാണ്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റിൽ നമ്മൾ വെള്ളം കൊണ്ട് നിൽക്കാൻ പറ്റാതെ മനുഷ്യർ പെട്ടിയും കൊടുക്കയായിട്ട് ഓടും. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പറയുന്നത് ദൈവികമായ ശാസ്ത്രമായിട്ടാണ്. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ജ്യോതിഷം എന്ന് പറയുന്നത് പൈശാചിക പ്രവൃത്തിയാണ്. ദൈവവും തന്റെ മലക്കുകൾ എന്ന് പറയുന്ന അനുചര വൃന്ദനും ചേർന്ന് നടത്തുന്ന ചർച്ചകൾ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ആ രാജസദസ്സിൽ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്ന പിശാജ്, ആ ഈ പിശാജിനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ചില രഹസ്യങ്ങൾ ഇങ്ങനെ വിധം വെച്ചു. ഇത്തരം പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവന്റെ ആരാധന സ്വീകരിക്കാൻ പാടില്ല, മീൻസ് ദൈവത്തിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതുമാണ് ഇസ്ലാമിക. ഈ ജ്യോതിശാസ്ത്രത്തിൽ ഈ ഇരിക്കുന്ന ഇത്രയും പേരിൽ ആർക്കെങ്കിലും എന്താണ് നക്ഷത്രം, എന്താണ് തിഥി എന്നൊന്ന് പറയാൻ സാധിക്കുമോ? ആദ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും കണ്ടെടുക്കപ്പെട്ട ഏറ്റവും പഴയ ഗ്രന്ഥം എന്ന് പറയുന്നത് BC 12-14 നൂറ്റാണ്ടുകൾ കാലപ്പഴക്കം പറഞ്ഞിട്ടുള്ള വേദാംഗ ജ്യോതിഷമാണ്. പ്രതിഭാസമാണ്. പറയുന്നത് തെറ്റാണ്. BC 6-ാം നൂറ്റാണ്ടിലാണ് വരാഹമിഹിരൻ ഗ്രന്ഥം എഴുതിയത്. BC 6-ാം നൂറ്റാണ്ടിലല്ല, AD 6-ാം നൂറ്റാണ്ടിലാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. വരാഹമിഹിരന്റെ ബൃഹത് ജാതകം വരുന്നത് AD 6-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ അറിയാമോ? ജ്യോതിശാസ്ത്രത്തിലെ ഒരു ശ്ലോകമെങ്കിലും ഒരു പറയട്ടെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിങ്ങളുടെ വിശ്വാസങ്ങളെയോ നിങ്ങളുടെ ഏതെങ്കിലും ധാരണകളെയോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാൾ ജ്യോതിഷത്തെ കുറിച്ച് ശ്ലോകം പഠിക്കണമെന്നുണ്ടോ? ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായിപ്പ് കാണിക്കണേ? കാര്യം ഇതാണ്, ബാബിലോണിയയിൽ ഉണ്ടായിരുന്ന കാൽഡിയൻ ജ്യോതിഷികളാണ് യഥാർത്ഥത്തില് ഫലഭാഗ ജ്യോതിഷം കൊണ്ടുവരുന്നത്. അത് പിന്നീട് ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അലക്സാണ്ടറുടെ ആക്രമണ ശേഷം, അതായത് BC 326 ശേഷമാണ് ഫലഭാഗ ജ്യോതിഷം ഇന്ത്യയിലേക്ക് വരുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അതിനെ അധികരിച്ചാണ് വരാഹമിഹിരൻ 6-ാം നൂറ്റാണ്ടിൽ ബൃഹത് ജാതകം എഴുതുന്നത്. ഇത് ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല, ഇത് ചരിത്രമാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.